ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സിൻക്രണസ് മെഷീൻ. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3 ഫേസ് സിൻക്രണസ് മെഷീൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. അതിനകത്ത് സ്റ്റേറ്റർ, റോട്ടർ ആൻഡ് ദെൻ ഫേസ് എ ബി സി ഉണ്ട്. പിന്നെ എന്താ റോട്ടറിൻ്റെ ഡി ക്യു ആക്സിസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അതിൻ്റെ രണ്ടിൻ്റെയും സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്, സ്റ്റേറ്ററിൻ്റെയും റോട്ടറിൻ്റെയും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്ററിൽ 3 ഫേസ് ഉണ്ട്, എ ബി സി. ദെൻ അതിലുള്ള കറണ്ട്, ഫ്ലക്സ്, വോൾട്ടേജ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ദെൻ റോട്ടറിൽ നമ്മുടെ എ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു ആക്സിസ്. ദെൻ ആക്സിസ് ഓഫ് ഫേസ് എ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് റോട്ടർ ω/r എന്ന് പറയുന്ന സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫേസ് എയു ആയിട്ടുണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്നതാണ് ഡി ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫീൽഡ് ആക്സിസ്. ദെൻ അതാണ് നമ്മുടെ ഫീൽഡ് ആക്സിസ്. അതിൻ്റെ സെയിം ലൈനിൽ തന്നെയാണ് നമ്മുടെ കെ ഡി കെ ക്യൂ, അത് ക്യൂ ആക്സിസ് ആൻഡ് ഡി ആക്സിസ്. ഓക്കെ, ക്യൂ ആക്സിസ് എന്ന് പറയുന്നത് ആ ഡി ആക്സിസിന് 90 ഡിഗ്രി അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ദെൻ അതിൻ്റെ കറണ്ട് IFD, IKD, IKQ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ EA, EB, EC എന്ന് പറയുന്ന സ്റ്റേറ്റർ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് ആണ്. IA, IB, IC എന്ന് പറയുന്ന സ്റ്റേറ്റർ കറണ്ട് ആണ് ഓരോ ഫേസസിലുള്ള. EFD എന്ന് പറയുന്ന ഫീൽഡ് വോൾട്ടേജ് ആൻഡ് IFD, IKD, IKQ എന്ന് പറയുന്നത് ഫീൽഡ് ആൻഡ് ആംബർ സർക്യൂട്ട് കറണ്ട്സ് ആണ്. RFD, RKD, RKQ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സർക്യൂട്ട് റോട്ടർ സർക്യൂട്ട് റെസിസ്റ്റൻസസ് ആണ്. പിന്നെ LAA, LBB, LCC എന്ന് പറയുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്സിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസസ് ആണ്. LAB, LBC, LCA എന്ന് പറയുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്സിൽ തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. LAFD, LAKD, LAQQ എന്ന് പറയുന്നത് KQ എന്ന് പറയുന്നത് സ്റ്റേറ്ററിനും റോട്ടറിനും ആയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ദെൻ LFFD, LKKD, LKKQ എന്ന് പറയുന്നത് റോട്ടർ സർക്യൂട്ടിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ദെൻ RA എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ്. P എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, D/dt നമ്മൾ P വെച്ചിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിനാണ് P എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റേറ്റർ സർക്യൂട്ട് ഇക്വേഷൻസ് നമുക്ക് എഴുതാം. സ്റ്റേറ്റർ സർക്യൂട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതുന്നത്? ഫസ്റ്റ് നമ്മൾ ഇത് വെച്ചിട്ട് ഫ്ലക്സ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF, അതാണ് EA ഇസ് ഈക്വൽ ടു dψA/dt. അതായത് ഫേസ് എയിലുള്ളത് 3 ഫേസിൽ നമ്മൾ എഴുതിച്ചുകൊണ്ട് EA ഇസ് ഈക്വൽ ടു dψA/dt. ദെൻ പിന്നെ നമ്മുടെ റെസിസ്റ്റൻസും കറണ്ടും വെച്ചിട്ട് -IARA, ഇത് ഒരു ഫേസിൽ. അതുപോലെ തന്നെ നമ്മൾ EBയും EC എഴുതിയിട്ടുണ്ട്. ഓക്കെ, അവിടെ D/dtക്ക് വരാണ് നമ്മൾ P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്, PψA -RAIA. അതുപോലെ EBയുടെ PψB -RAIB, ECയുടെ PψC -RAIC. ദെൻ ഫ്ലക്സ് ലിങ്കേജ് ഇൻ ദ ഫേസ് എ വൈൻഡിങ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് ഗിവൺ ബൈ. ഇനി നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് ψA എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് വോൾട്ടേജ് ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് അതിനകത്ത് എന്ത് വേണം? ψ വേണം, അതായത് ഫ്ലക്സ് ലിങ്കേജ് വേണം. ദെൻ ψയുടെ ഇക്വേഷൻ എന്താണ്? -LAAIA -LABIB -LACIC. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫേസ് എ അല്ലേ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എടുക്കും, അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എടുക്കും, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു റോട്ടർ എടുക്കും. അപ്പോൾ LAAയുടെ ടേം, LABയുടെ ടേം, LACയുടെ ടേം, ദെൻ LAFD, LAKD, LAKQ ടേംസ്. ഓക്കെ, അതിൻ്റെ എല്ലാം കറണ്ടുമായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? ഫ്ലക്സ് ലിങ്കേജ് വരും. ദ നെഗറ്റീവ് സൈൻ അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റർ വൈൻഡിങ് കറണ്ട് ഈസ് ഡ്യൂ ടു ദർ അസ്യൂംഡ് ഡയറക്ഷൻ. അവരുടെ അസ്യൂംഡ് ഡയറക്ഷൻ കാരണമാണ് ആ സ്റ്റേറ്റർ കറണ്ട്സിൽ നെഗറ്റീവ് സൈൻ വന്നത്. ഓക്കെ, ദെൻ സ്റ്റേറ്ററിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്, അതായത് നമ്മൾ LAA ആ സെൽഫ് ഇൻഡക്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇനി ഓരോ ടേംസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് LAA. സെൽഫ് ഇൻഡക്റ്റൻസ് LAA ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഫ്ലക്സ് ലിങ്കിങ് ഫേസ് എ വൈൻഡിങ് ടു ദ കറണ്ട് IA വിത്ത് ദ കറണ്ട് ഇൻ ഓൾ അതർ സർക്യൂട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ദ MMF ഓഫ് ഫേസ് A has a sinusoidal distribution in space with its peak centered to the phase A axis. The peak amplitude of MMF is equal to NAIA. അപ്പോൾ ഫസ്റ്റ് MMF എന്താണ്? NAIA. NA എന്ന് പറയുന്നത് എഫക്റ്റീവ് ടേൺസ് പെർ ഫേസ്. ഇത് എല്ലാം ഫേസ് എയുടെ ആണ് നമ്മൾ എടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി 2 ഫേസിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇറ്റ് ക്യാൻ ബി റിസോൾവ് ഇൻ
ടു സിനുസോയ്ഡൽ ഡിസ്ട്രിബ്യൂട്ടഡ് MMF, അതായത് ഏതൊക്കെ ആണ് ഡി ആക്സിസിലും ക്യൂ ആക്സിസിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ MMF എങ്ങനെ എഴുതും? MMF AD ആൻഡ് MMF AQ എന്ന് പറയുന്നത് NAIA cos തീറ്റ. ദെൻ മറ്റേ ക്യൂവിൽ വരുമ്പോൾ എന്ത് വരും? 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് അല്ലേ, അപ്പം NAIA cos തീറ്റ പ്ലസ് 90. തീറ്റ പ്ലസ് 90 എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ വരും. ഓക്കെ, അതാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ എന്താണ്? ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് MMF കമ്പോണൻസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? LAA ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിലോട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്തറിയാം? എയർ ഗ്യാപ്പ് ഫ്ലക്സസ് പെർ പോൾ. എയർ ഗ്യാപ്പ് ഫ്ലക്സ് പെർ പോൾ എലോങ് ടു ആക്സിസ്, അതായത് ഈ ഡിക്കും ക്യൂക്ക് എലോങ് ആയിട്ടുള്ള എയർ ഗ്യാപ്പ് ഫ്ലക്സ് അതെന്ന് പറയുന്നത് എന്താണ്? NAIA MMF ഇൻറ്റു പെർമിയൻസ് ആണ്. ആ പെർമിയൻസ് ആണ് PD PQ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ MMF രണ്ട് ഡി ആക്സിസിലും ക്യൂ ആക്സിസിലും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. NAIA കോസ് തീറ്റയും മൈനസ് NAIA സൈൻ തീറ്റയും. ദെൻ അത് ഇൻറ്റു കറസ്പോണ്ടിങ് പെർമിയൻസ് കോഎഫിഷ്യൻറ്റ് PD ആൻഡ് PQ കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ടോട്ടൽ എയർ ഗ്യാപ്പ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? 5GAA ഈസ് ഈക്വൽ ടു എന്താണ്? 5GAD കോസ് തീറ്റ മൈനസ് 5GAQ സൈൻ തീറ്റ എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ആ ഇക്വേഷനിൽ 5GADയുടെയും 5GAQൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് NAIA കോസ് തീറ്റയും മൈനസ് NAIA സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? NAIA കോസ് 2 തീറ്റ ബൈ 2 PD മൈനസ് PQ പ്ലസ് ഹാഫ് PD പ്ലസ് PQ. ഓക്കെ, ഇനി നമുക്ക് സെൽഫ് ഇൻജക്റ്റൻസ് LGAA എന്ന് പറയുന്നത് എന്താണ്? ഓഫ് ഫേസ് A ഡ്യൂ ടു എയർ ഗ്യാപ്പ് ഫ്ലക്സ് എന്ന് പറയുന്നത് LGAA ഈസ് ഈക്വൽ ടു NA 5GAA ബൈ IA, N5 ബൈ I. അതാണ് നമ്മുടെ സെൽഫ് ഇൻജക്റ്റൻസ്. അതായത് LGAA ഈസ് ഈക്വൽ ടു എന്താണ്? NA ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 5GAA അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. IA ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് ടേംസ് ആക്കി എഴുതാം. ഒന്ന് LG0 പ്ലസ് LAA2 കോസ് 2 തീറ്റ. കോസ് 2 തീറ്റയുടെ ടേം ഒരെണ്ണം സെപ്പറേറ്റും ദെൻ LG0യുടെ ടേം ഒരെണ്ണം സെപ്പറേറ്റും. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഫേസ് എയിലുള്ള ടോട്ടൽ സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം നമ്മൾ എയർ ഗ്യാപ്പ് ഫ്ലക്സ് ആണ് കണ്ടുപിടിച്ചത്. അപ്പം ടോട്ടൽ സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? LAA ഈസ് ഈക്വൽ ടു LAL പ്ലസ് LGAA ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം എന്താണ്? LAL പ്ലസ് LGAAക്ക് പകരം ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കണം. LGO പ്ലസ് LAA2 കോസ് 2 തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് രണ്ട് ടേമും കൂടെ LAL പ്ലസ് LG0 കൂടെ ചേർന്നിട്ട് നമ്മൾ LAA0 എന്ന് എഴുതും പ്ലസ് ബാക്കി ടേംസ് അതുപോലെ. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻജക്റ്റൻസ് ഇൻ ഫേസ് A എന്ന് പറയുന്നത് കിട്ടും, LAA കിട്ടും. അപ്പോൾ അതുപോലെ Bയും Cയും എഴുതണമെങ്കിൽ എന്ത് വരും? Aയും Bയും Cയും ആയിട്ട് എത്ര ഫേസ് ഷിഫ്റ്റാണ്? 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒന്ന് പ്ലസ് 2π/3 ആൻഡ് ഒന്ന് മൈനസ് 2π/3 വെച്ചിട്ട് നമ്മൾ എഴുതിയത്. ഇനി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് സ്റ്റേറ്ററിൻ്റെ സെൽഫ് ഇൻജക്റ്റൻസ് ആണ്. ഇനി നമുക്ക് എന്ത് വേണം? സ്റ്റേറ്ററിൻ്റെ മ്യൂച്വൽ ഇൻജക്റ്റൻസ്, അതായത് നമ്മളെ LAB LAC ആ ടേംസ് വേണം. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻജക്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണത്? മ്യൂച്വൽ ഇൻജക്റ്റൻസ് LAB ക്യാൻ ബി ഫൗണ്ട് ബൈ ഇവാലുവേറ്റിംഗ് എയർ ഗ്യാപ്പ് ഫ്ലക്സ് 5GPA ലിങ്കിങ് ഇൻ ഫേസ് B only when ഫേസ് A ഈസ് എക്സൈറ്റഡ്. അപ്പോൾ നമ്മൾ നേരത്തെ 5GAA കണ്ടുപിടിച്ചു സെൽഫ് ഇൻജക്റ്റൻസ്. അപ്പം മ്യൂച്വൽ ഇൻജക്റ്റൻസ് ആവാം 5GBA. ഇത് വിത്ത് റെസ്പെക്ട് ടു Aയും Bയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫേസ് A ഇൻ തീറ്റ നേരത്തെ കണ്ടുപിടിച്ച സെയിം തന്നെ അതിനകത്ത് തീറ്റ റീപ്ലേസ് ചെയ്ത് എന്തും വരും? തീറ്റ മൈനസ് 2π/3 വിത്ത് റെസ്പെക്ട് ടു B അല്ലേ, അപ്പോൾ തീറ്റ മൈനസ് 2π/3 വരും. ഓക്കെ, ബാക്കിയെല്ലാം 5GAD 5GAQ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 5GBA, അതായത് അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 5GBAയുടെ ഇക്വേഷൻ കിട്ടും. അതും നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ LGBA കണ്ടുപിടിക്കാൻ എന്താണ്? N5/IA വെച്ചിട്ട് LGBA കണ്ടുപിടിക്കണം. LGBA നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുത്തിട്ട് ടോട്ടൽ ഇൻജക്റ്റൻസ് LAB എന്താണ്? LABL പ്ലസ് LGBA. ഓക്കെ, അതിനകത്ത് LGBയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് LG0 ആൻഡ് LABL ആ രണ്ട് ടേംസും കൂടെ ഒന്നിച്ച് നമ്മൾ എങ്ങനെ എഴുതും? LAB0 എന്ന് എഴുതും. ബാക്കി കോസിൻ്റെ ടേംസ് അതുപോലെ. ഓക്കെ,
അപ്പോൾ അവിടെ നിന്നും നമ്മൾ അതുപോലെ എന്താണ് 2π/3 നമ്മൾ ഇതാക്കി എഴുതും, ഫേസ് ഷിഫ്റ്റഡ് ആയിട്ട് എഴുതും. ബിക്കും സിക്കും വരുമ്പോൾ ഒന്ന് LAB, LBC ആൻഡ് LAC. ഫേസ് ഷിഫ്റ്റ് വരുമ്പോൾ നമ്മൾ 2π/3 പ്ലസ് 2π/3 ആൻഡ് മൈനസ് 2π/3 നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്തൊക്കെയാണ്, ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ, സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. The variation in mutual inductance is due to the relative motion between windings. When a stator winding is in line with a rotor winding, flux linking with two windings is maximum and mutual inductance is maximum. When two windings are displaced by 90 degree, no flux is linking with two circuits and the mutual inductance is 0. Okay. ദെൻ നമ്മുടെ LAFD വിത്ത് റെസ്പെക്റ്റ് ടു റോട്ടർ അല്ലേ, അപ്പോൾ നമുക്ക് DQ ആക്സിസ് വരും, ഫീൽഡിൻ്റെ ഒരു ടേം വരും, ദെൻ KD വരും, KQ വരും. ഓക്കെ, അപ്പോൾ ഫീൽഡ് എന്താണ്, ഫീൽഡ് വരുമ്പോൾ നമ്മൾ ഫേസ് എയുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത്. ദെൻ LAFD എന്ത് വരും, ക്യാപിറ്റൽ LAFD കോസ് തീറ്റ, LAKD എന്ന് പറയുന്നത് ക്യാപിറ്റൽ LAKD കോസ് തീറ്റ, ദെൻ LAKQ എന്ന് പറയുന്നത് ക്യാപിറ്റൽ LAKQ കോസ് തീറ്റ പ്ലസ് 90 ഡിഗ്രി. അതിനെന്ത് വരും, സൈൻ മൈനസും കൂടെ വന്നിട്ട് സൈൻ തീറ്റയുടെ ടേംസിലാക്കും. ഓക്കെ, സിമിലർലി നമ്മൾ എന്ത് വരും, ബിയുടെയും സിയുടെയും എഴുതാൻ പറ്റും. സ്റ്റേറ്ററിന് തന്നെ ബിയുടെയും സിയുടെയും ഫീൽഡിലുള്ളത് എഴുതാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ എന്ത് എഴുതണം, സൈ എ എന്ന് ഇപ്പം നമുക്ക് ഓൾറെഡി എല്ലാ ടേംസും നമുക്ക് എന്താണ് സൈ എ ആണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഇക്വേഷൻസിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ടോട്ടൽ ഫ്ലക്സ് ഓഫ് ഫേസ് എ, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും ഇൻഡക്റ്റൻസ് ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിത്ത് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ, അത്രയും ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താണ് ടോട്ടൽ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ഫേസ് എ എന്താണ്, സൈ എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ എഴുതിയ ഇക്വേഷൻ, അതിനകത്ത് ഈ LAA, LAB, LAC, LAFD, LAKQ, LAKD അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ നമ്മൾ സൈ ബിയുടെ ഇക്വേഷനും എഴുതണം, ദെൻ സൈ സിയുടെ ഇക്വേഷനും എഴുതണം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വേണം, ഇപ്പോൾ ഇത്രയും എഴുതിയത് നമ്മൾ സ്റ്റേറ്ററിൻ്റെ ഇക്വേഷൻസ് ആണ്. ദെൻ നമ്മുടെ റോട്ടർ സർക്യൂട്ട് ഇക്വേഷൻസ് വരുമ്പോൾ നമുക്ക് എന്താണ്, അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ മാത്രമേ വോൾട്ടേജ് വരും, മറ്റേ രണ്ടിടത്തും D ആക്സിസ് Q ആക്സിസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ FD ഈസ് ഈക്വൽ ടു എന്താണ്, D psi FD/dt പ്ലസ് IFD RFD. നമ്മൾ ഫസ്റ്റിൽ മറ്റേ സ്റ്റേറ്റർ സർക്യൂട്ട് ഇക്വേഷൻസ് എഴുതിയ സെയിം മെത്തേഡ്. ഓക്കെ, ദെൻ അടുത്ത D ആക്സിസിലും Q ആക്സിസിലും 0 ആയിട്ട് എഴുതും വോൾട്ടേജ്. ഓക്കെ, ദെൻ ആ D/dt പകരം P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, ആ ഇക്വേഷനിൽ D/dt എല്ലാം ചേഞ്ച് ചെയ്ത് പകരം P വരും. ഇനി ഇതെന്ന് പറയുന്നത് റോട്ടർ സർക്യൂട്ട് ഫ്ലക്സ് ലിങ്കേജസ് മേ ബി എന്താണ്, ഇതുപോലെ നമ്മൾ റോട്ടർ സർക്യൂട്ടിൻ്റെ ഫ്ലക്സ് ലിങ്കേജസ് എഴുതണം. നേരത്തെ നമ്മൾ സൈ എ, സൈ ബി, സൈ സി എഴുതിയ പോലെ ഇവിടെ നമ്മൾ സൈ FD, സൈ KD, സൈ KQ സെയിം അതുപോലെ നമ്മൾ എഴുതുവാണ് LFFD, IFD, LFKD, IKD മൈനസ് എന്തൊക്കെ വരും, LAFD, ഐയുടെ ടേം വരും, IBയുടെ ടേം വരും, ICയുടെ ടേം വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്താണ് D ആക്സസും എഴുതും, Q ആക്സസും എഴുതും. ഓക്കെ, ഇതാണ് നമ്മുടെ റോട്ടർ സർക്യൂട്ട് ഇക്വേഷൻ. Then self-inductance of rotor circuit and mutual inductance between each other don't varying with rotor position only, stator to rotor mutual inductance varying periodical. അപ്പോൾ ഇവിടെ നമ്മൾ റോട്ടർ സർക്യൂട്ട് ഇക്വേഷൻസ് മാത്രമേ നമ്മൾ റോട്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നാണ് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിന് റോട്ടർ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സ്റ്റേറ്റർ റോട്ടർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാത്രം എടുത്താൽ മതി, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റോട്ടറിൻ്റെ ഈ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റോട്ടർ സർക്യൂട്ട് ഫ്ലക്സ് ലിങ്കേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കലി ഈ സിങ്ക്രണസ് മെഷീൻ്റെ ഡിസൈനിൽ വരുന്ന സ്റ്റേറ്റർ സർക്യൂട്ട് ഇക്വേഷൻ ആൻഡ് റോട്ടർ സർക്യൂട്ട് ഇക്വേഷൻസ്. ഇനി നമുക്ക് DQ0 ട്രാൻസ്ഫോർമേഷൻ പഠിക്കണം, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.